ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ SSCയുടേതാകുന്ന എക്സാം കലണ്ടറൊക്കെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തതാണ്. നിലവിൽ അതിനകത്തു പറഞ്ഞിരിക്കുന്നതായ എക്സാമിൻ്റെ ഡേറ്റ് ആകട്ടെ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്ന ഡേറ്റ് ആകട്ടെ, ഇതൊക്കെ ഒരു 2-3 മാസം അപ്പുറത്തേക്കെന്ന വണ്ണമാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആയതായ കാരണം കൊണ്ട് തന്നെ ഈ ഒരു വർഷം ഉറപ്പായും നടക്കാൻ പോകുന്നതായൊരു പരീക്ഷ, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ഒരു ചർച്ച നടത്തേണ്ടത്. SSCയുടെ MTS പരീക്ഷ. മക്കളെ, ഇത് 2026 ഉറപ്പായും നടക്കാൻ പോകുന്നതായ പരീക്ഷ തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നതായ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എന്ന വണ്ണം തയ്യാറെടുക്കണമെന്നാണെങ്കിൽ ഈ വീഡിയോ കണ്ട നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ ആ പഠനം സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയാനുള്ളത് എല്ലാം പറഞ്ഞു തരാം. മക്കളെ, ഇങ്ങോട്ടൊന്ന് നോക്കിയിടാം. ഏറ്റവും ആദ്യം തന്നെ ഏറ്റവും കൂടുതലാകുന്ന ആളുകൾ അന്വേഷിക്കുന്ന കാര്യം അത് ആദ്യമേ അങ്ങ് പറയാം. മക്കളെ, നിലവിൽ SSC പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത് ജൂൺ മാസത്തിലായിരുന്നു. എന്നാൽ ഈ ജൂൺ മാസം എന്ന് പറയുന്നത് കഴിഞ്ഞല്ലോ. ഇനി എന്തായാലും ഇത് ജൂൺ മാസത്തിലാകും വരിക എന്നുള്ളത് നമുക്കറിയാലോ. അല്ലല്ലോ ജൂൺ മാസത്തിലല്ലല്ലോ. ഇനി എന്നൊരു ചോദ്യമുണ്ട്. മക്കളെ, നിലവിലത്തെ സാഹചര്യം പ്രകാരം ഇത് സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഒരു നവംബർ മാസം അതിനിടയിലുള്ളതാകുന്നൊരു സമയത്തായിരിക്കും വിളിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? അതുപോലെ ഈ പറയുന്ന പരീക്ഷയുടേതാകുന്ന ഡേറ്റ് എന്നായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് പേര് തിരക്കുന്നതാകുന്നൊരു ചോദ്യമാണ്. എങ്ങനെ നോക്കിയാലും ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമുക്കൊരു നവംബർ ഡിസംബർ മാസത്തിലെങ്കിലും നടക്കേണ്ടതാണ്. ഓക്കെ ആണോ? അതായത് ഏറ്റവും കുറഞ്ഞത് ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ എത്രയാകുന്ന സമയമുണ്ട്? 4 മാസമുണ്ട് മക്കളെ. ഓക്കെ ആണോ? 4 മാസമുണ്ട് മക്കളെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിച്ച് കാര്യമാകുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് 4 മാസം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയാകുന്ന ഈ പരീക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിലിന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഇത് മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ ആൻഡ് ഹവിൽദാർ പോസ്റ്റുകൾ, ഈ 2 പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷനാണ്. ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ 2 ഏജ് ലിമിറ്റും ഇതിന് വരുന്നുണ്ട്. ഓക്കെ ആണോ? ഇതിൽ ആ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നതായ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു 18 മുതൽ 25 വയസ്സ് വരെ മതിയാകും. ഇത് ഹവിൽദാർ ആകുന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു 18 മുതൽ ഒരു 27 വരെ ആകുന്ന ഏജ് ലിമിറ്റ്. ഇനി റിസർവേഷൻ കാറ്റഗറികളാകുന്ന ആളുകളൊക്കെയും ഇതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. അവരുടേതാകുന്ന ഏജ് റിലാക്സേഷൻസ് എല്ലാം ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ലിമിറ്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്കൊക്കെ ഇതിനു വേണ്ടി തയ്യാറെടുക്കാം. അങ്ങനെ ചിന്തിക്കാം. ഓക്കെ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതൊന്നുമല്ല. നിലവിൽ കോളേജിലേക്ക് പ്രവേശിച്ച ഒരു 1-2 വർഷമൊക്കെ ആയ ആളുകൾ, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞതാകുന്ന ആളുകളാണെങ്കിൽ മക്കളെ, അവർ 10ാം ക്ലാസ് കഴിഞ്ഞതായ ആളുകളാണെങ്കിൽ 10th പാസ്സാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ അല്ലേ? അതായത് 10ാം ക്ലാസ് പാസ്സായാൽ മതി. അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞ കോളേജിൽ പഠിക്കുന്ന 2ാം വർഷമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന 18 കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അവർക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഓക്കെ ആണ്. ഇത് വളരെ കോമ്പറ്റേറ്റീവ് ആകുന്ന ഒരു എക്സാം ആണോ എന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ പോലും 10th ലെവലിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധിയാകുന്ന കാര്യങ്ങൾ, അതാണ് ഈ ഒരു പരീക്ഷയ്ക്കകത്ത് ചോദിക്കപ്പെടുന്നതും നമുക്ക് ആൻസർ ചെയ്യേണ്ടതായി വരുന്നതുമായ കാര്യങ്ങളൊക്കെ. ഓക്കെ ആണ്. മക്കളെ, ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇനി ഈ ഒരു എക്സാം പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് C കാറ്റഗറിയിൽ വരുന്ന നോൺ ഗസറ്റഡ് ആകുന്ന നോൺ മിനിസ്റ്റീരിയൽ ആകുന്ന പോസ്റ്റിലേക്കുള്ള സെലക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു എക്സാം എന്ന് പറയുന്നതിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ 2 വിഭാഗങ്ങളിലേക്കാണ് പോസ്റ്റ് ചെയ്യുക. അതിലൊന്ന് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് എന്ന് പറയും, CBN. അതുപോലെ CBIC ഉണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഈ 2 വിഭാഗങ്ങളിലേക്കാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുക. മക്കളെ, അത്യാവശ്യം കാര്യമാകുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാമിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടേതാകുന്ന മറ്റ് പോസ്റ്റുകളിലേക്കുള്ള പഠനം കൂടി നടത്താനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ജോബ് സെനാരിയോയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ ആണ്. ഇനി നമുക്ക് കുറച്ച് കാര്യമാകുന്ന കാര്യങ്ങൾ ഇനി പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേക്കൻസിയാണ്. മക്കളെ, സാധാരണ ഇതൊരു ആൻറ്റിസിപ്പേറ്റഡ് എന്ന രീതിയിലേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാലും ഈ ഒരു പഴയതാകുന്ന ട്രെൻഡും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിലവിൽ ഈ പറയുന്ന എക്സാമിന് ഏകദേശം ഒരു 9,000 മുകളിലുള്ളതാകുന്ന വേക്കൻസികളെങ്കിലും റിപ്പോർട്ട് ആകേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഓക്കെയാണ്. ഇനി ഈ ഒരു പരീക്ഷയ്ക്കകത്ത് മറ്റൊരു പ്രധാനപ്പെട്ടതാകുന്ന കാര്യം എല്ലാവരും നോക്കുന്നത് ഇതിൻ്റെ എക്സാം ഫീസും കാര്യങ്ങളും ഒക്കെയാണ്. മക്കളെ 100 രൂപയാണ് എക്സാം ഫീസ്. എന്നാൽ ഏതാകുന്ന വിഭാഗത്തിൽ പെടുന്നതായ ഗേൾസ് ആണെങ്കിലും അവർക്ക് ഫീസ് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ SC/STക്കും കാര്യങ്ങൾക്കും ഒന്നും ഫീസ് ഇല്ല. എന്നാൽ ഇവിടെ ഫീസ് നൽകേണ്ടത് ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽസ്, അതുപോലെ തന്നെ OBC കാറ്റഗറിയിലുള്ള മെയിൽസ്, ഇവർ മാത്രമാണ് ഈ 100 രൂപയുടെ ഫീസ് എന്ന് പറയുന്നത് അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്. മക്കളെ, ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുന്ന MCQ ടൈപ്പ് ആകുന്ന ഒരേ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. ഇതൊക്കെ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും സ്റ്റാൻഡേർഡ് നോക്കുന്ന ടെസ്റ്റുകളും ഒക്കെ നടത്തുന്നത് ഈ പറയുന്ന ഹവിൽദാർ പോസ്റ്റിലേക്ക് വരുമ്പോഴുള്ളതാകുന്ന കാര്യങ്ങളാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ വലിയതാകുന്ന സ്റ്റെപ്സുകളൊന്നുമില്ല ഈ പറയുന്ന എക്സാമിനകത്ത്. നമ്മുടെ CHSL എക്സാം പോലെയോ CGL എക്സാം പോലെയോ ഒരുപാടാകുന്ന ലെവൽ ഓഫ് പ്രോസസ്സുകളൊന്നും ഈ ഒരു പരീക്ഷയ്ക്കകത്ത് വരുന്നില്ല. വളരെ കുറഞ്ഞതാകുന്ന സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഓക്കെയാണ്. ആ ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാകുന്ന ഈ ഒരു എക്സാമിനകത്ത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എക്സാം എന്ന് പറയുന്നത് നമുക്ക് 13 ലാംഗ്വേജസിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. മറ്റ് ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ അവിടെ മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ നമുക്ക് എന്ത് കിട്ടും? ചോദ്യങ്ങൾ അവൈലബിൾ ആകും. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ പ്രിപ്പറേഷൻ മലയാളത്തിലാണ് നമ്മൾ നടത്തുന്നതെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് വളരെ സീരിയസ് ആകുന്ന രീതിയിൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ എക്സാം എങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരെ ഒരു 90 മിനിറ്റിൻ്റെ, ആ സിംഗിൾ എക്സാം അല്ലേ, ഒരു 90 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും മക്കളെ നമ്മൾ എഴുതുക. അതിനകത്ത് ഫസ്റ്റ് ആകുന്ന സെഷനിനകത്ത് നമുക്ക് ന്യൂമറിക്കൽ ആകുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാകുന്ന കാര്യങ്ങൾ, എന്താ ഞാൻ പറഞ്ഞേ, ന്യൂമറിക്കൽ, അതുപോലെ തന്നെ മാത്ത് എബിലിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാകുന്ന മക്കളെ എത്ര മാർക്കിൻ്റെ ചോദ്യമാണെന്ന് നോക്കണേ. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ് മക്കളെ വരുന്നത്. അങ്ങനെയുള്ള 60 മാർക്കിൻ്റെ പരീക്ഷയാണ് അവിടെ ഉള്ളത്. ഓക്കെയാണ്. ഇനി രണ്ടാമത് ഈ ന്യൂമറിക്കൽ ആൻഡ് മാത്ത് എബിലിറ്റി പോലെ മറ്റൊരു വിഷയം അവിടെ ഉള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ റീസണിങ് ആണ് കേട്ടോ. റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗം. അവിടെ നിന്നും മക്കളെ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ളതാകുന്ന 3 മാർക്ക് വെച്ചുള്ള 20 ചോദ്യങ്ങളിലൂടെ 60 മാർക്ക്. അങ്ങനെ സെഷൻ 1 എന്ന് പറയുന്നത് മൊത്തത്തിൽ എത്ര മാർക്കിൻ്റെ പരീക്ഷയായി മാറി? 120 മാർക്കിൻ്റെ പരീക്ഷയായിട്ട് മാറും. ഓക്കെയാണ്. സെഷൻ 1 ഇത്രയുമാണ്. ഒന്നുകൂടെ വേണമെന്ന് ശ്രദ്ധിച്ചോ, വളരെ ക്രിസ്പായിട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ മാത്ത് എബിലിറ്റി അല്ലെങ്കിൽ നമ്പർ ആൻഡ് മാത്ത് എബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് 20 ക്വസ്റ്റ്യൻസുകളുണ്ട്. 60 മാർക്കാണ് പരീക്ഷയ്ക്ക്. ഓക്കെയാണ്. അതുപോലെ സെഷൻ 1 രണ്ടാമത് വരുന്നത് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 20 ക്വസ്റ്റ്യൻസുകളുണ്ട്. 20 ക്വസ്റ്റ്യൻസുകളിൽ നിന്നായിട്ട് നമുക്ക് എത്രയാകുന്ന മാർക്ക് വരുന്നുണ്ട്? അവിടെ നിന്ന് 20 ആകുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവിടെ നിന്നും 60 മാർക്ക്. മൊത്തത്തിൽ എത്ര മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ് ഉള്ളത്? ആദ്യത്തെ സെഷനിൽ 120. ഓക്കെയാണ്. ഇതിന് ഒരു 45 മിനിറ്റാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. 45 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ സെഷൻ വീണ്ടും ഒരു 45 മിനിറ്റിൻ്റെ സെഷനാണ്. ഇവിടെ നമുക്ക് ചോദിക്കുന്നു എന്ന് പറയുന്നത് 150 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. 150 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും ഇവിടെ? 150 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മക്കളെ ഇവിടെ നിന്ന് വരിക. എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്? 150 മാർക്കിൻ്റെ. ഏതൊക്കെയാകുന്ന മേഖലകളാണെന്നൊക്കെ. 1 ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗം. 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നതായ ഭാഗം. ജനറൽ അവയർനെസ്സിനകത്തു നിന്ന് 25 ചോദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നിടത്തു നിന്നും 25 ചോദ്യങ്ങൾ ഉണ്ടാകും. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് എന്ന നിലയിൽ മൊത്തത്തിൽ 75 മാർക്കിൻ്റെ 2 ആകുന്ന ഭാഗങ്ങളുണ്ട് സെഷൻ 2 മൊത്തത്തിൽ നമുക്ക് 150 മാർക്കിൻ്റെ ചോദ്യങ്ങളും വരുന്നുണ്ട്.
ഓക്കെയാണ്. ഇതാണ് അവിടുത്തെ ഒരു നിലവാരം, അതിൻ്റെ ഒരു 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 ഘടന എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇതിൽ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറയുന്നത് ഈ 120 മാർക്കിൻ്റെ ചോദ്യപേപ്പറില്ലേ സെഷൻ 1, അതായത് നമ്മുടെ റീസണിങ് ആകുന്ന മാത്തബിലിറ്റി ആകുന്ന ഭാഗം, അവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നൊരു സാധനം മക്കളെ വരുന്നില്ല. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന സാധനം എവിടെയില്ല? ഈ പറയുന്ന സെഷൻ 1-നകത്ത് നോ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. അവിടെ നിങ്ങൾ എത്രയാകുന്ന കാര്യങ്ങൾ എഴുതിയോ അതിനനുസൃതമാകുന്ന നെഗറ്റീവ് ആകുന്ന മാർക്കുകൾ കുറയ്ക്കാതെയുള്ള മാർക്കാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് തരുന്നത്. ഓക്കെയാണ്. ഒന്ന്, അതായത് നമുക്കതൊരു അഡ്വാൻറ്റേജാണ്. ഏറ്റവും കൂടുതലാകുന്ന ആളുകൾക്കും സമയക്കുറവ് കൊണ്ട് സാധാരണ ഒരു എക്സാമിനകത്ത് പറ്റുന്നതായ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണമുള്ളതാകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലാകുന്ന നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് പിന്നെ അവിടെ ഉള്ളത് ഈ ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആ ഒരു ഭാഗത്തേക്കാണ്. അതും കാര്യമാകുന്ന വണ്ണം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പിയർ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഈ പറയുന്ന 1600 മീറ്റർ ഓടുന്നു 16 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികൾ, ഇതിലെല്ലാം സെലക്ഷൻസ് എല്ലാം കൃത്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്കാണ് പോവുക. അവിടെ ഈ പറയുന്ന 1600 മീറ്റർ ഓടുന്നതും ഗേൾസിനാണെങ്കിൽ 1 കിലോമീറ്റർ ഓടുന്നതും ഒക്കെ ആയ കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് സംബന്ധമാകുന്ന കാര്യങ്ങൾ, ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ചെസ്റ്റ് സൈസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ പ്രോസസ്സിലൂടെയുമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്ന ആൾ കടന്നു പോകുന്നത്. നിങ്ങളിവിടെ ആകെ ഏറ്റവും കൂടുതലാകുന്ന ആളുകളും നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. ഞാനിത് പ്രിപ്പയർ ചെയ്താൽ ശരിയാവും? മക്കളെ, നിങ്ങളൊക്കെ ചെയ്താൽ ശരിയാവും. 10ാം ക്ലാസ് ലെവലാണ് ഈ ഒരു പരീക്ഷ. ഒരുപാട് വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാകുന്ന ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആ ഭാഗത്തെ എപ്രകാരം പഠിച്ചാൽ എനിക്ക് ഏറ്റവും നല്ലതുപോലെ പഠിക്കാൻ പറ്റും എന്നൊക്കെ ആകുന്ന ഒരു ധാരണ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സിലബസ് എത്രത്തോളം വാസ്റ്റ് ആണ്, സിലബസ് എത്രത്തോളം വളരെ നമുക്ക് എളുപ്പത്തിൽ തീർക്കാം, എത്രയാകുന്ന സമയം വേണ്ടി വരുമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും കാര്യമാകുന്ന ഒന്നും വരത്തില്ല. ഓക്കെ ആണ്. അപ്പോൾ നിലവിൽ ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറച്ചധികമാകുന്ന കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്നാണെങ്കിൽ അത് അടുത്തതാകുന്ന വീഡിയോയിൽ പറയാം. ഇത്രയും ആകുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ബേസിക് ആകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിലവിൽ നമ്മുടെ മുമ്പിൽ ഈ ഉള്ള 4 മാസം വളരെ കാര്യമാകുന്ന വണ്ണം വിനിയോഗിച്ചാൽ നിങ്ങൾക്കും ഒരു സ്ഥാനം ഈ ഒരു പരീക്ഷയ്ക്കകത്ത് ഉറപ്പിക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് മക്കളെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമസ്കാരം.